സിപിഎമ്മിലെ വിഭാഗീയത മുതലെടുക്കാൻ ബിജെപി നീക്കം തുടങ്ങി. ജി സുധാകരനെ പാർട്ടി പുറത്താക്കിയാൽ സംരക്ഷണം നൽകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ബിജെപി സംസ്ഥാന വിശാല നേതൃയോഗത്തിലാണ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സിപിഐഎമ്മിൽ ഉടലെടുത്ത വിഭാഗീയതയിൽ നേട്ടം കൊയ്യാനാണ് ബിജെപി നീക്കം. വിമത നീക്കത്തിന് പ്രോത്സാഹനം നൽകും. നടപടിക്ക് വിധേയരായി പുറത്താകുന്നവർക്ക് സംരക്ഷണം ഒരുക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ജി സുധാകരന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചത്. ജി സുധാകരനെ അടുത്തയാഴ്ച പുറത്താക്കുമെന്ന് ചില മാധ്യമങ്ങളിൽ ഞാൻ വാർത്ത കണ്ടു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് പാർട്ടി പുറത്താക്കുന്നതെങ്കിൽ ഒരു കാര്യം പിണറായി വിജയൻ ആലോചിക്കണം. പണ്ട് നിങ്ങൾ പലരെയും പുറത്താക്കിയ കാലത്ത് ശരിയായ ബദൽ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു മുന്നണി കേരളത്തിലുണ്ടായിരുന്നില്ല. ഇന്ന് കേരളത്തിൽ അതല്ല സ്ഥിതി. ഇന്ന് ശരിയായ ഒരു ബദൽ മുന്നണി ഏതാണ്ട് 20% വോട്ടുമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ എല്ലാ അനീതിക്കുമെതിരെ പോരാടി രക്തസാക്ഷികളാകേണ്ടി വരുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയോടൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു മുന്നണി കേരളത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വർധനവ് സിപിഎമ്മിലെ വിമത നീക്കത്തിന്റെ പ്രതിഫലനമാണെന്ന് ബിജെപി വിലയിരുത്തുന്നു. കണ്ണൂർ, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെ സിപിഎം വിമതരെ കൂടെ നിർത്താനാണ് ശ്രമം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് നീക്കം. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാന വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യക്ഷൻ JP നദ്ദ നേതാക്കളെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപിയുടെ തയ്യാറെടുപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.